ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബാപ്പാൻ്റെ ആണ്ടായിരുന്നു കേട്ടോ, അതിന് വേണ്ടി പോയതാണ്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ ആണ്ടൊക്കെ കഴിഞ്ഞു, ദ്വാരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അന്ന് അവിടെ എല്ലാവരും സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ് രാവിലെ കാണാൻ. മുന്നിൽ വലിയ തോടാണ്, പിന്നെ ഫ്രണ്ടിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു സൈഡ് റബ്ബർ തോട്ടം, ഒരു സൈഡ് കപ്പലാവൻ തോട്ടം. ഇതാണ് ഞങ്ങളെ വീട് കേട്ടോ. പിന്നെ രാവിലെ അടുക്കളയിൽ ചായേൻ്റെ പരിപാടിയുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചാറാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. ഒരുപാട് ആളുണ്ട്, അതുകൊണ്ട് ചാറ് എന്തായാലും നമുക്ക് വേണം. പൊറോട്ടയും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി ചാറ് ആവശ്യമാണ്. നാസ്തി ഇന്ന് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നിങ്ങളും ആങ്ങളെയും പൊറോട്ട പണിയിലാണ് കേട്ടോ. ഇവരെല്ലാവരും നല്ല എക്സ്പേർട്ടാണ് കേട്ടോ കുക്കിൽ, നല്ല കുക്കാണ്. അപ്പോൾ ഇന്നലെ ആണ്ടിന് മൂത്ത ഇക്കാൻ്റെ വകയായിരുന്നു ബിരിയാണി. അപ്പോൾ നല്ല ഷെഫാണ്, അടിപൊളി ബിരിയാണിയാണ്. എല്ലാ ഇക്കമാരും നല്ല ബിരിയാണി ഷെഫാണ് കേട്ടോ. എല്ലാ ഫുഡും വെക്കും, പക്ഷെ ബിരിയാണി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. പെങ്ങന്മാരും അതെ, ഏട്ടന്മാരും അതെ, എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നവരാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചത്. പത്തിരി, പൊറോട്ട, അതേപോലെ കപ്പ ബിരിയാണിയൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചത്. ഉമ്മയും നല്ല പോലെ പൊറോട്ട ചുടും കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ പൊറോട്ട എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കോലായിയൊക്കെ കാര്യമാണ്, കുട്ടികളൊക്കെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. കുറച്ചാളിതേ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഫോണേ വേണ്ടു, ഗെയിം കളിക്കുക. റിസു ഇതേ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ടയൊക്കെ ഏകദേശം ചുട്ട് തീർന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും മക്കളൊക്കെ ഇങ്ങനെ വന്ന് നോക്കും കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും, വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ തന്നെ അവർ നിൽക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ആ ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാണ്ട് അവരങ്ങനെ മാറി നിൽക്കൊന്നുമില്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിക്കും. പിന്നെ വിറകടുപ്പിലാണ് നമ്മൾ പൊറോട്ട ചുടുന്നത് കേട്ടോ. പണ്ടേ വിറകടുപ്പിൽ തന്നെയാണ് ഇവിടെ പൊറോട്ട ചുടുന്നത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയായിരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പൊറോട്ട കഴിക്കാൻ നല്ല ഈസിയാണ്, പക്ഷേ പൊറോട്ടേൻ്റെ ബേക്കിലുള്ള അധ്വാനം എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. കുറേ സമയം നമുക്ക് ആവശ്യമാണ്. പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മാവ് കുഴച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അത് നല്ല പോലെ ബോൾ പിടിച്ചെടുക്കണം. പിന്നെ അത് പരത്തിയിടണം, പിന്നെ വീശണം, എന്നിട്ടത് ചുറ്റണം. പിന്നെ അത് പരത്തി എടുക്കണം, ചുട്ടെടുത്തിട്ട് അത് അടിക്കണം. അപ്പം അങ്ങനെ കുറേ പ്രൊസീജിയറുണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ. പിന്നെ പൊറോട്ട ചുട്ടെടുക്കാനും അറിയണം. ഒരു വശം മുരിഞ്ഞാൽ അടുത്ത വശം നമ്മൾ മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഓയിലും നല്ല പോലെ നമുക്ക് ആവശ്യമുണ്ട് പൊറോട്ടയിൽ. അപ്പോൾ തൗഫി നല്ല രീതിയിൽ പൊറോട്ട അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അടിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാം കല്യാണം കഴിഞ്ഞ് വന്ന പാടൊക്കെ ആദ്യം അടിച്ചു നോക്കുകയൊക്കെ ആയിരുന്നു. അപ്പം നമുക്കെല്ലാവരും ഇങ്ങനെ തരുമായിരുന്നു, അടിച്ച് നോക്കാനൊക്കെ ട്രൈ ചെയ്യാൻ തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ എല്ലാവരും കൂടി കൂർക്ക അവരെല്ലാവരും ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ആശ്രയിക്കലാണ്. വലിയ കുട്ടികൾക്കെല്ലാം കൊടുത്തു, ചെറിയ കുട്ടികളെല്ലാം കോലായിലുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കലാണ് കേട്ടോ. റിസു ഇതേ കുരുത്തക്കേടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളാ ഒരു ദിവസം. ഉച്ചയ്ക്ക് ചൂരമീൻ വറുത്തതും രസവും പിന്നെ കൂർക്ക മെഴുക്ക് വരട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.